ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊതുവെ ഉള്ളൊരവസ്ഥ എന്താ? ഇന്ത്യൻ ഇടതുപക്ഷം അസ്തമിച്ചില്ലാതാകുകയാണ് എന്ന തോന്നൽ ബലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യൻ ഇടതുപക്ഷം വലിയ തകർച്ചയെ നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വെസ്റ്റ് ബംഗാൾ കയ്യിൽ നിന്ന് പോയി, ത്രിപുര കയ്യിൽ നിന്ന് പോയി. അതിനു മുമ്പ് മറ്റ് സ്വാധീനം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇടതുപക്ഷം ദുർബലപ്പെട്ടു, തകർന്നുപോയി. ആകെ അധികാരത്തിലുണ്ടായിരുന്ന ഏക സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനം മാത്രമാണ്. ആ കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നല്ല, CPIM-ന്റെ സീറ്റുകളുടെ എണ്ണം 26ലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്തൊക്കെ MLA-മാരുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ, ഞാൻ ഇന്നലെ കിട്ടിയവരാണ്, പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകൾ പരക്കം പായ. കാരണം എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റും? 26 MLA-മാരുടെ പേഴ്സണൽ സ്റ്റാഫായി പരിധിയില്ല. അവരാകെ കിടന്ന് പരക്കം പായാണ്. ഒരേ സ്ഥാനത്തേക്ക് വേണ്ടി നിരവധി ആളുകൾ കടന്നു വരികയാണ്. കാരണം അവിടെ കഴിഞ്ഞ 10 കൊല്ലമായി കെട്ടിക്കിടന്നിരുന്ന ആളുകൾ ഒരു പണിയില്ലാത്തവരായി മാറുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സ്ഥിതി ആകെ മാറുകയാണ്. CPIM ചെന്നുപെട്ടിട്ടുള്ള വളരെ ആഴത്തിലുള്ള ഈ തകർച്ചയുണ്ട്. ആ തകർച്ചയുടെ ഡെപ്ത് നമ്മുടെ പ്രതീക്ഷയെ കവച്ചു വെക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും കടുത്ത ആരാണ് CPIM-നെ തോൽപ്പിച്ചത്? ജനങ്ങൾ തോൽപ്പിച്ചു എന്നൊരൊറ്റ ഉത്തരം കൊടുത്താൽ പോരാ. തോൽപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് CPIM-ന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. പ്രവർത്തനത്തിന് വേണ്ടി സ്ക്വാഡ് വർക്കിന് പോകുന്ന CPIM-ന്റെ പ്രവർത്തകർ CPIM-നെതിരായി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ഒരുപാട് അനുഭവങ്ങൾ എല്ലായിടത്തും. ജയിച്ച മണ്ഡലങ്ങളിൽ പോലും വോട്ട് കുത്തനെ കുറഞ്ഞു. ജില്ലയുടെ കണക്കെല്ലാം ഇവിടെ സതീഷ് പറയും. വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസമാണ്, വോട്ടിലുണ്ടായിരുന്ന കുറവ്. വെസ്റ്റ് ബംഗാളിൽ 35 വർഷം വേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ. 35 കൊല്ലക്കാലത്തെ ഭരണത്തിന് ശേഷമാണ് CPIM ഗുരുതരമായ തകർച്ചയെ നേരിട്ടത്. ആ തകർച്ചയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു സീറ്റാണ്, ഒറ്റ സീറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന് കിട്ടിയത്. എന്തോ അബദ്ധം സംഭവിച്ചു പോയതാണ്. കഴിഞ്ഞ തവണ 0, ഇത്തവണ ഒരു സീറ്റ് കിട്ടി. അതൊരു മഹാകാരിയായിട്ട് കണക്കാം. എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയല്ല, ചെറിയ വോട്ടിനാണ് ജയിച്ചത്, നിസ്സാരമായ വോട്ടിനാണ് ആ ഒരു സീറ്റ് ജയിച്ചത്. ത്രിപുര നേരത്തെ പോയി, അവിടെയൊന്നുമില്ല. കേരളത്തിൽ 26ലേക്ക് പോയി. അപ്പൊ വെസ്റ്റ് ബംഗാളിൽ 35 വർഷം വേണ്ടി വന്നു CPIM-ന്റെ തകർച്ചയ്ക്ക്. എങ്കിൽ 10 കൊല്ലം കൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ CPIM-നെ മടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി CPIM വേണ്ട എന്ന നിലപാടിലേക്ക് ഈ കേരളത്തിലെ മനുഷ്യൻ എത്തിയെങ്കിൽ ഇത് ഒരു പുനർവിചിന്തനത്തിന് രാജ്യത്തെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നത്? ഇന്ത്യയിലെ ലെഫ്റ്റ് മൂവ്മെന്റിനെ ആരാണ് ദുർബലപ്പെടുത്തുന്നത്? ഇന്ത്യയിലെ ലെഫ്റ്റ് മൂവ്മെന്റിനെ ആരാണ് ഇല്ലാതാക്കുന്നത്? ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുന്നത്, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നത് വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതൊന്ന് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പാർട്ടി, മറ്റൊന്ന് CPIM. ഇതാണ് 2 വ്യവസ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ആ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 പാർട്ടികളും ചെയ്തു വരുന്ന കാര്യം, അവർ ഇടതുപക്ഷ നയങ്ങൾ കൈയൊഴിഞ്ഞപ്പോ ഇടതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒരു ബദശക്തി വേണ്ടേ? അവിടെയാണ് DMF-ന്റെ പ്രസക്തി കിടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, എങ്ങനെയാ വർക്കിംഗ് ക്ലാസിന്റെ പാർട്ടി എന്നല്ലേ പറയുന്നത്? വർക്കിംഗ് ക്ലാസിന്റെ പാർട്ടിയാണെങ്കിൽ വർക്കിംഗ് ക്ലാസിനോട് ഒരു ശരിയായ നിലപാട് സ്വീകരിക്കണ്ടേ? ഗവൺമെന്റ് അധികാരത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഉണ്ടാവുമ്പോഴല്ലേ ആശാ വർക്കേഴ്സിന്റെ സുദീർഘമായ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തോട് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ആ ഗവൺമെന്റിനെ ആ സമരത്തെ അവഗണിച്ച് തള്ളുകയല്ലേ ഉണ്ടായത്? ഇലക്ഷൻ നടക്കുന്ന സമയത്തും ആശക്കാർ സമരബന്ധമില്ലായിരുന്നു. ആ സമരത്തെ അവഗണിച്ച് തള്ളി. അവരുടെ ആവശ്യങ്ങളോട് ഒരു നീതിപൂർവകമായ സമീപനം സ്വീകരിക്കാൻ ഗവൺമെന്റ് എന്തേ തയ്യാറായില്ല? തൊഴിൽ വകുപ്പ് CPIM-ന്റെ കയ്യിലായിരുന്നില്ലേ?
വിലസിയവർ, സമ്പത്തിന്റെ ബലത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മർമ്മപ്രധാനമായ സ്ഥാനത്ത് കയറിക്കൂടിയ ആളുകൾക്ക് വരാൻ പോകുന്ന നാളുകൾ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തെല്ലാം വെല്ലുവിളികൾ ഉയർന്നു വന്നാലും ആർക്കും തടുക്കാനാകാത്ത സമരധീരതയോടെ, പോരാട്ട വീര്യത്തോടെ, ചെറുക്കാനാകാത്ത ത്യാഗബുദ്ധിയോടുകൂടി നാം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഇത് ചരിത്രത്താൽ നിയോഗിക്കപ്പെട്ട വർഗത്തിന്റെ സംഘടനയാണ്. സൂര്യോദയം കാണുന്നത് വരെ പോരാടാൻ, സൂര്യന്റെ ഉദയം കാണുന്നത് വരെ പോരാടാൻ, എല്ലാ വരണ്ട ശ്മശാനങ്ങളിലും സുഗന്ധം നിറയ്ക്കാൻ ചരിത്രത്താൽ നിയോഗിക്കപ്പെട്ട ഈ മഹത്തായ പ്രസ്ഥാനം നക്ഷത്രാങ്കിതമായ ഈ ചമ്പതാകയുമെത്തി ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും. ഇത് അടിച്ചമർത്തപ്പെട്ടവന്റെ ആവേശമായി നാം തീർച്ചയായും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി, വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി, അടിച്ചമർത്തപ്പെട്ടവന്റെ ആവേശമായി ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൗൺസിൽ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.